നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ, ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ലൈൻ, ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചില മിറക്കിൾസിനെ പറ്റിയാണ്. ഉദാഹരണം, ഊമകൾക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു ഊമയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഊമയായിട്ട് മരിക്കുക എന്നുള്ളതാണ്. ദർ ഇസ് നോ എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് അണ്ടർ ദ സൺ. എന്നാൽ നമുക്ക് ഊമകൾക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. 85% ഊമകൾക്ക് കേൾക്കാനും വർത്തമാനം പറയാനും പറ്റും. ഊമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കേൾക്കത്തുമില്ല, വർത്തമാനം പറയത്തുമില്ല. നമ്മൾ വർത്തമാനം പറയുന്നത് എന്തുകൊണ്ടാണ്? കേൾക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് കേൾക്കത്തില്ലെങ്കിൽ നമ്മൾ വർത്തമാനം പറയില്ല. നമ്മൾക്ക് എല്ലാ ദിവസവും കേൾക്കുന്നതുകൊണ്ടാണ്. അപ്പം ഇത് എന്തുകൊണ്ട് ഊമത്വം വരുന്നു? അത് പല കാരണങ്ങൾ കൊണ്ടും ഊമയാവാൻ സാധ്യതയുണ്ട്. കാരണം അതിന് പറയുന്നത് ഓഡിറ്ററി നെർവ് എന്ന് പറയും. കേൾക്കുന്നതിനുള്ള ഞരമ്പ്. ആ ഞരമ്പ് അവിടെ ഉണ്ട്, പക്ഷേ അത് പ്രവർത്തനരഹിതമാണ്. അതിന് ഏതെങ്കിലും രീതിയിൽ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കും. അതിൻ്റെ ഒരു ഉദാഹരണം, ചില പള്ളികളിൽ ഒരു നേർച്ചയിടും, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ 101 വെടി, അല്ലെങ്കിൽ 51 വെടി എന്നൊക്കെ പറഞ്ഞൊരു ഇടും. അപ്പോൾ ഈ വെടി വയ്ക്കുന്ന ഈ നേർച്ചയുടെ ആ സമയത്ത് ഈ കുട്ടി കേൾക്കാത്ത ആൾ, ആണായാലും പെണ്ണായാലും പ്രായം കുറഞ്ഞായാലും കൂടിയതായാലും അവരോടൊപ്പം ഇന്ന് കഴിഞ്ഞാൽ ഈ സൗണ്ട് വൈബ്രേഷൻ കൊണ്ട് ആ ഞരമ്പ് ഉത്തേജനം വരും, പ്രവർത്തിക്കും. അപ്പോൾ അവർക്കത് കേൾക്കാൻ പറ്റും. ഒന്നും വേണ്ട. ചില സമയത്ത് നല്ല ഇടിവെട്ട് വരുമല്ലോ, ലൈറ്റ്നിങ്. ആ ഇടിവെട്ട് കൊണ്ട് പല ഊമകൾക്കും അവരുടെ കേൾവിശക്തി തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ സൗണ്ട് വൈബ്രേഷനാണ്. അപ്പോൾ ഈ സൗണ്ട് വൈബ്രേഷൻ കൊണ്ടുവരാം. പിന്നെ അതല്ലാതെ തന്നെ വേറെ എക്സ്റ്റേണലായിട്ട് വൈബ്രേഷൻ ചെയ്യാം. അതിൻ്റെ ഒരു ഉദാഹരണത്തിന് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള, അതായത് സൂര്യന് കീഴിൽ ഒരേ ഒരു ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ പേരാണ് അക്യുപഞ്ചർ. അക്യൂസ് എന്ന് പറഞ്ഞാൽ നീഡിൽ അത് പഞ്ചർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു മോർ ദാൻ 2000 പോയിൻറ്റ്സ് ഉണ്ട്. 2000-ൽ പരം പോയിൻറ്റ്സുകളുണ്ട്. പക്ഷേ അതിൽ പല പോയിൻറ്റ്സുകളും നമുക്ക് അതായത് അതിന് പറയുന്നത് തന്നെ ഡ്രഗ്ലെസ് തെറാപ്പി എന്നാണ്. അതിന് ഒരു തുള്ളി ഡ്രഗ്സ് പോലും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അക്യുപഞ്ചറിന് ഇത് മാത്രമല്ല, ഒരുപാട് എല്ലാ ട്രീറ്റ്മെൻറ്റിൻ്റെ എല്ലാവിധ ശാരീരികവും മാനസികവുമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് നമുക്ക് അക്യുപഞ്ചർ ഉപയോഗിക്കാം എന്ന് വിചാരിച്ച് ഒരു മെഡിക്കൽ സ്റ്റഡി അതിനാവശ്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം ഇതിന് അക്യുപഞ്ചറിന് പ്രധാനമായിട്ട് കൊടുക്കുന്ന സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 5 ഇയേഴ്സാണ്. ആ 5 ഇയർ സ്റ്റഡീസ് ഉള്ളത് ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുണ്ട്. അപ്പോൾ അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ വളരെ പ്രാധാന്യം ഇതുവരെ അത് വൈഡായിട്ടൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ചൈനീസിലെ 5 ഇയർ കോഴ്സാണ്. അതിന് പറയുന്നത് ഡോക്ടർ ഓഫ് ചൈനീസ് മെഡിസിൻ അല്ലെങ്കിൽ ഡോക്ടർ ഓഫ് ഓറിയൻ്റൽ മെഡിസിൻസ് എന്നാണ്. അപ്പോൾ അമേരിക്കയിൽ കൊടുക്കുന്ന പറഞ്ഞാൽ മെഡിക്കൽ ഡോക്ടേഴ്സിനാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ മെഡിക്കൽ ഡോക്ടേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കിപ്പോൾ ഈ 5 ഇയേഴ്സിൻ്റെ ആവശ്യമില്ല. കാരണം അവർ മെഡിക്കൽ സയൻസ് എല്ലാം പഠിക്കും. പിന്നെ ആ തെറാപ്പി, അതിൻ്റെ അക്യുപഞ്ചർ എങ്ങനെയാണ് നമ്മൾ പെർഫോം ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പം അത് ഒരു മിറക്കിളാണ്. അപ്പം അക്യുപഞ്ചർ കൊണ്ട് നമുക്ക് കേൾവി കിട്ടും. അത് 85% കേൾവി കിട്ടും. അത് പ്രായമായാലും കുട്ടികളായാലും എല്ലാം. പിന്നെ അടുത്ത അക്യുപഞ്ചറിൻ്റെ മിറക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യുപഞ്ചർ അനസ്തേഷ്യ എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. അതായത് ബോധം കെടുത്താതെ നമുക്ക് സർജറി ചെയ്യാൻ സാധിക്കും. ദ പേഷ്യൻ്റ് ഈസ് കോൺഷ്യസ് ത്രൂ ഔട്ട് ദ സർജറി. സർജറി മുഴുക്കെ രോഗി ബോധവാനായിരിക്കും. അപ്പോൾ സർജറി, അതായത് മേജർ സർജറി, ബൈപ്പാസ് സർജറി, ബ്രെയിൻ സർജറി, ഇതൊക്കെ ആണെങ്കിൽ തന്നെ ഇതൊക്കെ കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് ഡോക്ടറായിട്ട് സംസാരിക്കാം, പാട്ട് കേൾക്കാം, വെള്ളം കുടിക്കാം, വിശപ്പുണ്ടെങ്കിൽ അവർക്ക് ഈ ഫ്രൂട്ട്സിൻ്റെ സ്ലൈസസ് വേണമെങ്കിൽ കഴിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കംപ്ലീറ്റ്ലി ബോധക്കേടുണ്ടെങ്കിൽ തന്നെ ബോധമില്ല.
അതായത് അതിനാണ് അക്യുപഞ്ചർ അനസ്തേഷ്യ. അതിൻ്റെ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് തിയറി. അതായത് നമ്മൾ ചില പോയിൻറ്റ്സുകളിൽ ഉത്തേജനം കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെയിനകത്ത് എൻഡോർഫിൻ എന്ന് പറഞ്ഞൊരു സെക്രീഷൻ ഉണ്ടാവും. എൻഡോർഫിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ പെത്രിൻ അല്ലെങ്കിൽ മോർഫിയ. ഈ എൻഡോർഫിൻ തെറപ്പി മിക്കവാറുമുള്ള ഡോക്ടേഴ്സിന് അതേപ്പറ്റി അറിയാം. പിന്നെ പ്രത്യേകിച്ച് ന്യൂറോളജിസ്റ്റ് അവർക്കാണ് കൂടുതൽ അറിയാവുന്നത്. അപ്പം പിന്നെ ഇത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡി തന്നെയാണ് ഉണ്ടാകുന്നത്. എന്താണ് ചുരുക്കി പറഞ്ഞാൽ അവർ ബോഡി ഈസ് അവർ ഡോക്ടർ, അവർ ബോഡി ഈസ് അവർ ലബോറട്ടറി. അപ്പം ഡോക്ടറായി കഴിഞ്ഞു. പക്ഷേ ഈ അക്യുപഞ്ചർ അനസ്തേഷ്യ എല്ലാ ആളുകൾക്കും കൊടുക്കാൻ പറ്റില്ല. കുട്ടികൾക്ക് പറ്റില്ല, മാനസിക രോഗമുള്ളവർക്കും പറ്റില്ല. കാരണം സർജറി ആകുമ്പോൾ ഇവർക്ക് ബോധക്കേടില്ലല്ലോ, ബോധമുണ്ടല്ലോ, ഒരു ചാടി എണീക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അക്യുപഞ്ചർ അനസ്തേഷ്യ എഴുതി കഴിഞ്ഞാൽ പിന്നെ അവരതിൽ കിടക്കും. എന്നിട്ട് ഈ ബൈപ്പാസ് സർജറി, ബ്രെയിൻ സർജറി, സിസേറിയൻ ഇതെല്ലാം നമുക്ക് അക്യുപഞ്ചർ അനസ്തേഷ്യ കൊണ്ട് ചെയ്യാം. പക്ഷേ ഈ ലോകത്തിലെ ഒരേ ഒരു രാജ്യത്തിലാണ് ഇപ്പോൾ അക്യുപഞ്ചർ അനസ്തേഷ്യ കൊടുക്കുന്നത്, അതായത് ചൈന. ബാക്കിയുള്ളത് അവിടെ ലീഗാലിറ്റി അനുവദിക്കുന്നില്ല. പക്ഷേ വേദന സംഹാരിക്ക് പകരം അക്യുപഞ്ചർ അനസ്തേഷ്യ ലോകം മുഴുവൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ചൈനയിലാണ് ഈ അക്യുപഞ്ചർ അനസ്തേഷ്യ സർജറി കൊടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചൈനയിൽ പോയത് തന്നെ. അപ്പം അതൊരു വലിയ മിറക്കിളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണത്തിന് ഫോർമർ അമേരിക്കൻ പ്രസിഡന്റ് ലിൻഡൻ ജോൺസൺ, അദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ വിസിറ്റ് ഓഫ് ചൈന, അദ്ദേഹം വിസിറ്റ് ചെയ്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, മിസ്റ്റർ പ്രസിഡൻറ്റ്, ഞങ്ങൾ നിങ്ങളെ ഒരു മിറക്കിൾ കാണിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അക്യുപഞ്ചർ അനസ്തേഷ്യ കൊണ്ട് കാണിച്ചു കൊടുത്തു. പ്രസിഡൻറ്റ് പിന്നെ അതിശയിച്ചു പോയി. അപ്പോൾ പ്രസിഡൻറ്റ് അമേരിക്കക്കാർക്കൊരു കാര്യമുണ്ട്, നല്ലൊരു കാര്യം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ഉടനെ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യും. നമ്മളെപ്പോലെയല്ല, അവർക്ക് ഈഗോ ഇല്ല. ഈ ലിൻഡൻ ജോൺസൺ തിരിച്ച് അമേരിക്കയിൽ പോയിട്ട് ഒരു എയ്റോപ്ലെയിൻ നിറച്ച് ഡോക്ടേഴ്സിനെ ചൈനയിൽ വിട്ട് അക്യുപഞ്ചർ പഠിക്കാനായിട്ട്. അവരത് പഠിച്ചതിന് ശേഷം ഇപ്പോൾ ലോകത്തിൽ ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. പിന്നെ അതിനുശേഷം എല്ലാ രാജ്യക്കാരും അത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ പണ്ട് തൊട്ടേ ഉണ്ട് അക്യുപഞ്ചർ. അപ്പോൾ അത് ആക്ച്വലായിട്ട് അക്യുപഞ്ചർ പോയിട്ടുള്ളത് ആയുർവേദത്തിൽ നിന്നാണ്. നമ്മുടെ മർമ്മ ചികിത്സയ്ക്ക് വളരെ തുല്യമായിട്ടുള്ളതാണ് ഈ നമ്മുടെ തന്നെ മർമ്മ ചികിത്സ ഉണ്ടല്ലോ. ഈ പഴയ കാലത്ത് ഈ സ്ട്രീറ്റിൽ പല്ലെടുക്കുന്നവരാണ്. ഇപ്പോൾ ഒരു 10-50 വർഷത്തിന് മുമ്പ് വരെയും ഈ സ്ട്രീറ്റിൽ പല്ലെടുക്കും. അപ്പോൾ അവർ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കാലിൽ ചെറുതായിട്ട് ചവിട്ടി പിടിച്ചിട്ട് അപ്പം ഈ പല്ല് വേദന അറിയത്തില്ല. അപ്പം എൻഡോർഫിൻ അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഈ തലവേദന നമ്മുടെ ബോഡി തന്നെ നിർത്താൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നല്ല തലവേദന വയറുവേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് നല്ല പ്രസവം 5 വർഷം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തലവേദന കാണത്തില്ല. നമുക്ക് അതിശയം തോന്നും. കാരണം നമുക്ക് ഈ വേദന സമയമായിട്ടൊന്നും ആവശ്യം വരുന്നില്ല. പക്ഷേ അക്യുപഞ്ചർ ഒരു ജനറലായിട്ട് വരുത്തുക എന്നുള്ളത് രാജ്യത്തിൻ്റെ ഒരു ആവശ്യമാണ്. പക്ഷേ ഈ ഇന്ത്യയിൽ സമ്മതിക്കില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ കമ്പനികളെല്ലാം ഇതിന് എതിരാവും. ഇപ്പോൾ തന്നെ എതിരായിട്ടുണ്ട്. കാരണം അക്യുപഞ്ചർ പിന്നെ ഇപ്പോൾ ഈ ഭാരത് സേവക് സമാജം BSS എന്ന് പറയും, അത് സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള പഴയ ഒരു ബോഡിയാണത്. അപ്പോൾ അവർ അക്യുപഞ്ചറിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്, അവരതിന് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്, അതിൽ സക്സസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ ഒരുപാട് ഡോക്ടേഴ്സിനും ഇതുപോലുള്ള ആളുകൾക്കും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവരാരും അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യാൻ കൂടുതൽ ഉദ്ദേശിക്കുക. കാരണം ഇതൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, പഠിക്കാനും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് തന്നെയും നമുക്ക് പല പ്രോസസ്സുകളുണ്ട്. അപ്പോൾ ഇതൊരു അക്യുപഞ്ചർ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് സമയം ഉണ്ടെങ്കിൽ അവർക്കൊരു 10 പേഷ്യൻ്റ് അവർക്ക് നോക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് പല കാരണങ്ങളുമുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റും അതിന് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം ആയുഷ് എന്ന് പറഞ്ഞൊരു പരിപാടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് അവർ ഇതിനെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞാൽ ഈ നല്ലൊരു ശതമാനം ബ്ലോക്കും ഒരു 90% ബ്ലോക്കും അലിയിച്ച് കളയും. അതിനുള്ളൊരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സെല്ലുകൾക്കോ ഒന്നും ഒരു ഡാമേജും വരുന്നില്ല. അതായത് ഇതിങ്ങനെയാണ്, ഇറ്റ് ഈസ് അബ്സോർബിങ് ദ അബ്നോർമൽ സെൽസ് വിത്തൗട്ട് ഹാർമിങ് ദ നോർമൽ സെൽസ്.
അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഗിവിങ് ദി എനർജറ്റിക് കണ്ടീഷൻ ടു നോർമൽ സെൽസ്. അതിൻ്റെ മലയാളം എങ്ങനെയാണ്? ഇത് ഈ നോർമൽ സെല്ലുകളെ ഒരു ദോഷവും ചെയ്യാതെ ആവശ്യമില്ലാത്ത സെല്ലുകളെ അല്ലെങ്കിൽ ഈ ക്ലോട്ടിനെ എവോപ്പറേറ്റ് ചെയ്ത് കളയും എന്ന് പറഞ്ഞാൽ 100% സേഫ്റ്റി. അതിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 90% സക്സസ് റേറ്റാണ്. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ തന്നെ പേഷ്യൻറ്റിന് ഒരു 5% 10% ബ്ലോക്ക് അലിയും. എൻ്റെ ക്ലിനിക്കിൽ തന്നെ ഈ ബ്ലോക്കായിട്ട് 100% ബ്ലോക്ക് വന്നിട്ടുള്ളവർ തന്നെ ഫസ്റ്റ് ലേസർ ട്രീറ്റ്മെൻറ്റ് തന്നെ ഇവർക്ക് ഒരു 5 to 10% പടി കയറാൻ പറ്റാത്തവർക്ക് ലേസർ കൊടുത്തിട്ട് അവർക്ക് പടി കയറാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ തന്നെ എൻ്റെ പ്രമാദമായ പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇവിടുത്തെ നമ്മുടെ മാർത്താണ്ഡ മഹാരാജൻ്റെ മകൻ പത്മനാഭ വർമ്മ, പുള്ളിക്ക് 100% ബ്ലോക്കായിരുന്നു. അപ്പോൾ ചിത്ര സെൻ്റർ അവർക്കെല്ലാം ഫ്രീ ആണ്. അപ്പോൾ അവർ പറഞ്ഞ സർജറി ചെയ്യില്ല, മോസ്റ്റ് കോംപ്ലിക്കേഷൻ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ അമൃത സെൻറ്ററിൽ പോയി അവർ ഇത് തന്നെ. അത് കഴിഞ്ഞിട്ട് NMC എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ UAE-യിലുണ്ട്. അവിടെ രാജാവും മോനോടെ പോയി. അവിടെ ഒരു അമേരിക്കൻ ഡോക്ടറാണ് നോക്കിയത്. പുള്ളി പറഞ്ഞ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ദ പേഷ്യൻറ്റ് മേ ഡൈ ഓൺ ദ ടേബിൾ. അപ്പോൾ രാജാവ് പറഞ്ഞപ്പോൾ അങ്ങനെ മരിക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് വീട്ടിൽ പോയി കൊട്ടാരത്തിൽ പോയി മരിക്കാം. അങ്ങനെയാണ് രാജാവ് മകനോട് എൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ ആ ഹാർട്ട് നാഗർകോവിൽ പോയി ഹാർട്ട് സ്കാൻ ചെയ്യിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പിന്നെ പുള്ളി സുഖമായിട്ട് ഒരുപാട് വർഷം ജീവിച്ചു. 10-20 വർഷത്തെ കൂടുതൽ ജീവിച്ചു. ഇത് മാത്രമല്ല, ഞാൻ ഇതേപോലെ എല്ലാ സിസ്റ്റത്തിലുള്ളതും പല സിസ്റ്റം ചേർത്തുള്ള ട്രീറ്റ്മെൻറ്റാണ്. അതാണ് ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറയുന്നത്. മാൻ ട്രീറ്റ് ആസ് എ ഹോൾ, മെൻ്റലി ആൻഡ് ഫിസിക്കലി കഴിയുന്നതും ഒരറിവുള്ള ഒരു ഡോക്ടർ കാര്യം. ഒരു 3 കാര്യങ്ങളാണ്. ഒന്ന് നോളജ് ഓഫ് ഫിസിഷ്യൻ, 2 ജെനുവിൻ മെഡിസിൻ ആൻഡ് ഒബീഡിയൻ പേഷ്യൻറ്റ്. അതായത് ഇതിലേതെങ്കിലും ഒന്ന് തെറ്റിയാൽ എല്ലാം തെറ്റും. അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് 7 മണിക്ക് ശേഷം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.